വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെ പരിപാടിക്ക് വേണ്ടി ആളെ തേടി ഒരു പരസ്യം നൽകിയ വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം തേടേണ്ടതുണ്ട്. കെ മുരളീധരൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായ ഡി സുദർശനാണ് നമുക്കൊപ്പം ചേരുന്നത്. അങ്ങനെ ആളെ തേടി പരിപാടി നടത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? അങ്ങനെ തേടിയിട്ടുണ്ട്? അതിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല. ഞങ്ങൾക്ക് ആവശ്യത്തിന് പ്രവർത്തകരൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രവർത്തകരെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു കൾച്ചർ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ, എനിക്കിതാണ് പറയാൻ പറ്റുന്നത്, ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ അങ്ങനെ ഒരു കൾച്ചറില്ല. നമ്മുടെ പാർട്ടി പ്രവർത്തകർ ധാരാളമുണ്ട്. നമ്മുടെ ചായ കുടിക്കൊക്കെ സംവിധാനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമായിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. വന്ന് തളർന്നു വരുമ്പോൾ വെള്ളം കുടിക്കാൻ അതൊക്കെ ചെയ്യുമായിരിക്കും. അല്ലാതെ അതിന് കാശ് കൊടുത്ത് നമ്മൾ ആരെയും വിളിക്കുന്നില്ല, ഹയർ ചെയ്യുന്നില്ല. ഇന്ന് വൈകിട്ട് വട്ടിയൂർക്കാവിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? സ്ഥാനാർത്ഥിയുടെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വട്ടിയൂർക്കാവാണ്. ഇന്ന് മറ്റേ തൊഴുവൻകോട്ടിൽ നിന്ന് തുടങ്ങുന്ന വട്ടിയൂർക്കാവിൻ്റെയും വലിയ വിളയുടെയും പര്യടനമാണ്. അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് വേറെ ആളുകളുണ്ട്, ഞങ്ങളുടെ ആൾ തന്നെ ധാരാളമാണ്. ഇങ്ങനൊരു മെസ്സേജ് വന്നതിന് പിന്നിൽ എന്തായിരിക്കും? അത് ഞങ്ങളിവിടെ ദുർബലമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമായിരിക്കണം. ഇവിടെ ഞങ്ങളിപ്പോൾ ഏറ്റവും മുന്നിലാണ്. ആ മുന്നിലാണെന്നുള്ള കാര്യത്തെ ഒന്ന് തമസ്കരിച്ചുകൊണ്ട് ഇത് ഇവിടെ വളരെ കുഴപ്പമാണ്, വളരെ പരിങ്ങലിലാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ പരിങ്ങുന്നത് എതിർകക്ഷികൾ തന്നെയാണ്. നിങ്ങൾക്ക് ഫീൽഡിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. വളരെ ദയനീയമാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി നിയമ നടപടിയൊക്കെ സ്വീകരിക്കേണ്ടി വരില്ലേ? അല്ല, ഇത്രയും കാര്യമൊക്കെ നെഗ്ലിജിബിളാണ്. ഇതൊക്കെ ഒരു സ്ഥിരം ഇതാണ്. ശരിക്കും പറഞ്ഞാൽ നിയമ നടപടിയൊക്കെ വേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ പിറക്കെയൊക്കെ നടക്കാൻ എന്നൊക്കെ നമുക്ക് ഒരുപാട് സമയം വേറെ കളയണമല്ലോ. നമ്മൾ ഇവിടെ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ ആളുകൾ വീടുകളിൽ കയറി പോകുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥി വീടുകളിൽ കയറിപ്പോൾ ആളുകളുടെ താമസം. സ്ഥാനാർത്ഥിക്ക് പിന്നെ പ്രത്യേകിച്ച് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിക്ക് വെറുതെ പരിചയപ്പെടലത്തിൻ്റെ ഒരാവശ്യമില്ല. സ്ഥാനാർത്ഥിയെ അറിയാമെന്നുള്ളതല്ല, സ്ഥാനാർത്ഥിക്ക് അറിയാവുന്ന ആളുകളാണ് വട്ടിയൂർക്കാവിലുള്ളത്. അതാണ് മനസ്സാവാച കർമ്മണ. കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ ഒന്നും അറിയാതെയാണ് അത്തരമൊരു മെസ്സേജ് കടന്നത്. അത് കെ മുരളീധരൻ അല്ലെങ്കിൽ കോൺഗ്രസ് UDF ദുർബലനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചാരണമായിട്ടാണ് UDF അതിനെ കാണുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.